വയനാട് ഉരുൾപൊട്ടിയ സംഭവമാണിപ്പോൾ ചർച്ചാ വിഷയം. അതിന്റെ പല ഭാഗങ്ങളിലൂടെ ചർച്ചാ വിഷയം കടന്നുപോയി. ഇപ്പോൾ വന്നു നിൽക്കുന്നത് ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആ ഒരു പദ്ധതി, അതിലേക്കാണ് ഇപ്പോൾ എല്ലാവരും ചർച്ചാ വിഷയമായിട്ട് മുന്നോട്ട് പോകുന്നത്. 2018 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലായിട്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട പല ദുരന്തങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടവർക്ക് കൈത്താങ്ങായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി രൂപീകരിക്കുകയും സർക്കാർ അതിലേക്ക് 2018 പ്രളയത്തിലും 2019 പ്രളയത്തിലും അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ അതിലേക്ക് ഫണ്ട് ഒഴുകിയതും അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിയെന്ന് ഉള്ള ഒരു ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചു വരുന്നത്. നിരവധി കാര്യങ്ങൾ ഇതിനോടകം തന്നെ പലരും ചോദ്യമുനയിൽ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ മറുനാടൻ മലയാളിയാണ് അതിന് തുടക്കമിട്ടത്. അവൻ പണ്ട് മുതലേ ഒരു വർഗീയ ചാനലാണ്. ഒരു എങ്ങനെയെങ്കിലും ഭരണ സർക്കാരിനെയും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെയും ഒരുമിച്ച് തറയിലിടാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളാണെങ്കിൽ BJP എങ്ങനെയെങ്കിലും കേരളം ഭരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാജൻ സ്കറിയ എന്ന് പറയുന്നവൻ. അവനാണ് ഇതിന് തുടക്കമിട്ടത്. ഇപ്പോൾ അതിന്റെ വാല് പിടിച്ചു വന്നിരിക്കുകയാണ് ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി. അയാളും ഇതേ കണക്ക് തന്നെ വസ്തുതകളില്ലാത്ത ആദ്യമേ ഒരു പോസ്റ്റ് ഇട്ടു, പിന്നീട് അത് പകുതിയൊക്കെ ഡിലീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അടുത്ത പോസ്റ്റ് ഇട്ടു. പറഞ്ഞതിന്റെ പേരിൽ കൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ അയക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയെ വ്യക്തമായിട്ട് വന്ന് വിമർശിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് വെച്ച് ചേർത്ത് വെച്ച് കണക്കുകൾ പ്രകാരം വാദിക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ദുരിതാശ്വാസ 2018 ദുരിതം അനുഭവിച്ച് രക്ഷപ്പെട്ട കുട്ടികൾക്ക്, അവിടെ രക്ഷപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിലൂടെ പഠിക്കാനായിട്ട് ലാപ്ടോപ്പ് കൊടുത്ത ആ ലാപ്ടോപ്പ് കമ്പനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അഖിൽ മാരാർ മുന്നോട്ട് വരുന്നു. അങ്ങനെ നിരവധി ചർച്ചയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന്റെ കൂടെ തന്നെ വയനാട് ഉരുൾപൊട്ടൽ നടന്ന ഈ ഒരു ദുരന്തത്തിൽ വീണ്ടും സർക്കാരിന്റെ ദുരിതാശ്വാസ നിധി ഫണ്ടിലേക്ക് പണം അയക്കാനായിട്ട് പറയുകയും നിരവധി ആളുകൾ ഇപ്പോൾ 53.94 കോടി രൂപ ഇതിനോടകം തന്നെ സ്വരൂപിച്ചു കഴിഞ്ഞു. ഇപ്പോഴും നിലയ്ക്കാത്ത രീതിയിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വരുന്നുണ്ട്. പല സിനിമാ നടന്മാരും പ്രശസ്തരായിട്ടുള്ളവരും നമ്മുടെ സമൂഹത്തിലുള്ള നല്ലവരായിട്ടുള്ള എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുന്നു എന്നുള്ളത് വസ്തുതയാർന്ന കാര്യമാണ്. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഞാൻ സംസാരിക്കാൻ വന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വാർത്ത. നമ്മൾ പല രീതിയിൽ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ സഹായങ്ങൾ, ഖത്തറിലും സൗദിയിൽ നിന്നും UAE നിന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമെന്ന്. പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താം. അദ്ദേഹം പാകിസ്ഥാൻകാരനാണ്. അദ്ദേഹം വയനാട് വിഷയം ഇവിടെ ഉരുൾപൊട്ടിയത് അറിഞ്ഞുകൊണ്ട് അകമഴിഞ്ഞ് സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു വാർത്തയായിട്ടാണ് വരുന്നത്. അവര് സൗഹാർദ്ദം ഒന്ന് മനസ്സിലാക്കുക. വയനാട് പാകിസ്ഥാൻകാരൊന്നും അല്ല ജീവിക്കുന്നത്. അദ്ദേഹത്തിന് മനുഷ്യപ്പറ്റുള്ളവർ ഉള്ളത് കൊണ്ടാണ് വയനാട്ടിലെ ഇത്രയും വലിയൊരു ദുരന്തം കണ്ടിട്ട് 400ഓളം പേർ മരണപ്പെട്ട് ഇതിനോടകം തന്നെ ഇനിയും 200ഓളം പേരെ കണ്ടെത്താനുണ്ട്. അങ്ങനെയുള്ളൊരു കണക്കിൽ നിൽക്കുമ്പോൾ ആരുടെയും കണ്ണും മനസ്സും ഒക്കെ അലിയിക്കുന്ന ഒരു വല്ലാത്തൊരു വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നും ഒരു വ്യക്തി അദ്ദേഹം ഇപ്പോൾ വയനാടിന് വേണ്ടിയിട്ട് മാക്സിമം അദ്ദേഹം സഹായിക്കുമെന്നുള്ള ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് മലയാളം ചാനലുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം എന്തായാലും അത് ആ വീഡിയോ ഉൾക്കൊള്ളിക്കാം. അദ്ദേഹം പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ കാണുക. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ദുരിതം അനുഭവിക്കുന്ന സമയത്ത് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് നമ്മളെ കേന്ദ്ര സർക്കാർ വരെ കൈവിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2020 നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതില് തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും പറഞ്ഞ തുക അവിടെ രക്ഷപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കൊടുക്കുകയും അവിടേക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ ഫണ്ട് ഇപ്പോഴും ഈ ഓഗസ്റ്റ് മാസം ആയിട്ടും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയാർന്ന കാര്യം. 2020 നടന്ന സംഭവമാണ്. ഇപ്പോൾ 2024 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ആകുമ്പോൾ അതിനിപ്പോൾ 4 വയസ്സ് തികയുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ പോലും കേന്ദ്ര സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ ഫണ്ട് ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. 2018 ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കാന്ന് പറഞ്ഞ ഫണ്ടും അയച്ചിട്ടില്ല. അങ്ങനെ നിരവധി വിയർപ്പുമുട്ടലിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം എപ്പോഴും കടന്നു പോകുന്നത്. അപ്പോൾ എങ്ങനെ ഫണ്ട് സംസ്ഥാനം സ്വരൂപിക്കുന്നു അതെല്ലാം പല രീതിയിലായിട്ട് വിനിയോഗിക്കുന്നു എന്നുള്ളത് വസ്തുതയാർന്ന കാര്യമാണ്. ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഫണ്ട് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അറിവാണ്. ദുരിതാശ്വാസ ഫണ്ട് അതിലേക്ക് മാത്രം കൊടുക്കുന്നു എന്നതിന് എനിക്ക് ഉറപ്പില്ല.
എന്തായാലും ആ ഒരു ഫണ്ട് കൊണ്ട് പല കാര്യങ്ങളിൽ ഇപ്പോൾ പെൻഷൻ കൊടുക്കാനുള്ളതും അങ്ങനെ നിരവധി കാര്യങ്ങളിലായിട്ട് അത് വിനിയോഗിക്കുന്നു എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെ ഒരു ദുരിതം അനുഭവിക്കുന്ന സമയത്ത് നമ്മളെ സർക്കാർ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ എനിക്ക് ഇതിൽ വിശ്വാസമുണ്ട്. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി ഇതിനെ എപ്പോൾ വിമർശിക്കുന്നു അന്നേ എനിക്ക് ഇതിനോട് അവിശ്വാസമായിട്ട് എനിക്ക് മുന്നോട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം പ്രതിപക്ഷം അവർക്ക് അതിനോടൊരു അവിശ്വാസ പ്രമേയമോ അല്ലെങ്കിൽ അവിശ്വാസമായിട്ട് അതിനെ സർക്കാരിനെതിരെ മുദ്രകുത്തി മുന്നോട്ട് പോകുന്ന ഒരു ശൈലി അവർക്കില്ല. അവർ പറയുന്നത് സംസ്ഥാന സർക്കാരിനെ സഹായിക്കണം, ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് അയക്കണം എന്നുള്ളതാണ്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള എ കെ ആന്റണി വരെയും ഇത് തുറന്നു പറയുക കേട്ടു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കേന്ദ്ര സർക്കാർ അവഗണിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് വഴിയും മുന്നോട്ട് നമ്മൾ കണ്ടുവെക്കുമ്പോൾ അതിനെയും കൂടി തടസ്സം ചെയ്യാൻ വേണ്ടിയിട്ട് സംഘപരിവാറിന്റെ ക്യാമ്പിൽ നിന്ന് പഠിച്ചു വരുന്ന ചിലരൊക്കെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ വിമർശിച്ചുകൊണ്ട് അതിനെയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വിട്ടുകൊണ്ട് നമ്മുടെ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ വയനാട് ജില്ലയിൽ നടന്നിട്ടുള്ള ഈ ഒരു ദുരന്തത്തിൽ അതിജീവിച്ചവരെ വീണ്ടും നമ്മുടെ കൂടെ ജീവിക്കാനായിട്ട് അവരെ കൈപിടിച്ച് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു. എന്തായാലും നമുക്ക് ആ പാകിസ്ഥാൻ പൗരൻ പറഞ്ഞ വാക്കുകളും കൂടി കേട്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഇത് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. अस्सलाम वालेकुम। हमारा केरला में वायनाड का एरिया में बहुत बड़ा लॉस हुआ। एक सैड न्यूज़ है, लैंडस्लाइडिंग हुआ जिसमें बहुत सारा लॉस हो गया। हमारा भाई बहन लोग बहुत डेथ हो गया। बहुत लोग सफ़र कर रहे हैं अभी तक भी, खाने के लिए, ट्रांसपोर्टेशन के लिए, उनका मतलब घर के लिए बहुत सा वो लोग सफ़र कर रहे हैं। तो उसके लिए इंशाल्लाह मैक्सिमम जितना भी आप लोग हमारा जो भी वीडियो देख रहे हैं पाकिस्तानी लोग, मैं हम लोगों से भी जितना हो सका हम लोगों ने डाला, फ्रेंड सर्कल ने, आप लोगों से भी मेरे जितना भी दोस्त फ्रेंड सर्कल हैं केरला पाकिस्तानी लोग, सबसे रिक्वेस्ट है कि आप लोग भी मैक्सिमम हेल्प करें हमारे वायनाड का बहन भाई लोगों के लिए इंशाल्लाह। जज़ाकल्लाह, थैंक यू। अस्सलाम।